ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് നമ്മൾക്ക് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ചുള്ള ഒരു ഫ്ലവറാണ്. ഫ്ലവറും ലീഫും വളരെ ഈസി മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ലൈൻ വരച്ചെടുക്കാം. അതിനുശേഷം നീഡിൽ മുകളിലേക്ക് കുത്തിയെടുക്കുക. അതേ ലൈനിൽ തന്നെ താഴേക്ക് കുത്തിയിറക്കി 1/2 ഇഞ്ച് മാറി മുകളിലേക്ക് കുത്തി പൊക്കിയെടുക്കുക. ഇതാണ് ചെയിൻ സ്റ്റിച്ച്. നീഡിൽ കുത്തി പൊക്കിയെടുത്ത അതേ പോയിന്റിൽ താഴേക്ക് ഇറക്കുക. 1/2 ഇഞ്ച് മാറി മുകളിലേക്ക് കുത്തി പൊക്കിയെടുക്കുക. അതിനുശേഷം നൂലിൻ്റെ ഉള്ളിൽ കൂടി മുകളിലേക്ക് വലിച്ചെടുക്കുക. നീഡിൽ ഇപ്പോൾ മേലോട്ട് കുത്തിയെടുത്ത് അതേ ഹോളിൽ കൂടി താഴേക്ക് ഇറക്കുക. അതിനുശേഷം നൂലിൻ്റെ ഉള്ളിൽ കൂടി മുകളിലേക്ക് വലിച്ചെടുക്കുക. ഇതാണ് ചെയിൻ സ്റ്റിച്ച്. നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും ഇത്. ഒരു തവണ കൂടി നോക്കാം. മുകളിലേക്ക് കുത്തിയെടുത്ത ഈ സെയിം ഹോളിൽ കൂടി താഴേക്ക് കുത്തിയിറക്കുക. 1/2 ഇഞ്ച് മാറി മുകളിലേക്ക് കുത്തിയെടുക്കുക. വളരെ ഈസിയാണ് ഇത് പഠിക്കാൻ, കാണാനും വളരെ മനോഹരമാണ്. ഉപയോഗിച്ച് നമുക്ക് ഫ്ലവറും ലീഫും എല്ലാം ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മൾ നോക്കുന്നത് കേബിൾ ചെയിൻ സ്റ്റിച്ചാണ്. ഇതുപോലെ തന്നെ ഈ ലൈനിൽ കൂടി മുകളിലേക്ക് കുത്തിയെടുക്കുക. ആ ലൈനിൽ തന്നെ കുത്തിയിറക്കി 1/2 ഇഞ്ച് മാറി മുകളിലേക്ക് കുത്തിയെടുക്കുക. അതിനുശേഷം ഈ നൂല് ഒരു വട്ടം ഇങ്ങനെ ചുറ്റുക. വീണ്ടും ആ പോയിന്റിൽ കൂടി തന്നെ മുകളിലേക്ക് കുത്തി താഴേക്ക് കുത്തി ഇറക്കി മുകളിലേക്ക് കുത്തി പൊക്കിയെടുക്കുക. അതിനുശേഷം വീണ്ടും ഈ നൂൽ സൂചിയിലൂടെ ഒരു വട്ടം ചുറ്റിയെടുക്കുക. ഒരു വട്ടം ചുറ്റിയെടുക്കുക. 1 or 2 വട്ടം വേണമെങ്കിൽ ചുറ്റിയെടുക്കാം. അതിനുശേഷം ഇവിടെ തന്നെ കുത്തി താഴേക്ക് ഇറക്കുക. ശേഷം മുകളിലേക്ക് പൊക്കിയെടുത്ത് നൂലിൽ ചുറ്റിയെടുക്കുക. ഇതാണ് കേബിൾ ചെയിൻ സ്റ്റിച്ച്. ഇത് സാധാരണ ചെയിൻ സ്റ്റിച്ച്, ഇത് കേബിൾ ചെയിൻ സ്റ്റിച്ച്. ഒരു തവണ കൂടി നോക്കാം. നീഡിലിൽ നൂല് 1 വട്ടമോ 2 വട്ടമോ ചുറ്റിയെടുക്കാം. അതിനുശേഷം മുകളിലോട്ട് കുത്തിപ്പൊക്കി ആ ഹോളിൽ കൂടി തന്നെ താഴേക്ക് ഇറക്കി 1/2 ഇഞ്ച് മാറി മുകളിലേക്ക് കുത്തി നൂല് ഒരു വട്ടം സൂചിയിൽ ചുറ്റി മുകളിലേക്ക് എടുക്കുക. ഇവിടെ ഒരു കെട്ട് പോലെ കാണാം, റിങ് പോലെ ചുറ്റി വരുന്ന കാണാം. സാധാരണ ചെയിൻ സ്റ്റിച്ചിന് അതില്ല. ഇതിൽ ഒരു റിങ് പോലെയുണ്ട്. ഇതിനാണ് കേബിൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. സാധാരണ ചെയിൻ സ്റ്റിച്ച് ഒന്നുകൂടി നോക്കാം. വെറുതെ ഇങ്ങനെ കുത്തി മുകളിലേക്ക് എടുക്കുന്നു.
ഇതാണ് സാധാരണ ചെയിൻ സ്റ്റിച്ച്. ജസ്റ്റ് ഇങ്ങനെ കുത്തിയെടുക്കുന്നു. കേബിൾ ചെയിൻ സ്റ്റിച്ചിൽ നമ്മൾ നൂല് 1 2 വട്ടം ചുറ്റിയെടുക്കുന്നു. അതിനുശേഷം നേരത്തെ മുകളിലേക്ക് ഉയർത്തി അതേ ഹോളിൽ കൂടി താഴേക്ക് ഇറക്കി നീഡിൽ മുകളിലേക്ക് കുത്തിയെടുത്ത് ഈ നീഡിൽ ഒന്ന് ചുറ്റി കൊടുക്കുന്നു. ഇതാണ് കേബിൾ ചെയിൻ സ്റ്റിച്ച്. രണ്ട് ഡിഫറൻസ് നോക്കുക. ഇവിടെ ഒരു സാധാരണയാണ്, ഇവിടെ ഒരു റിങ് പോലെ വരുന്നുണ്ട്. ഒരു വട്ടം കൂടി നോക്കാം. നീഡിൽ 2 തവണ ചുറ്റി കൊടുക്കുക. സെയിം ഹോളിൽ കൂടി താഴേക്ക് ഇറക്കുക. വീണ്ടും ഇതുപോലെ ഒരു വട്ടം നൂലിൽ ചുറ്റി എടുക്കുക. ഇതാണ് കേബിൾ ചെയിൻ സ്റ്റിച്ച്. ഇത് സാധാരണ ചെയിൻ സ്റ്റിച്ച്, ഇത് കേബിൾ ചെയിൻ സ്റ്റിച്ച്. ഇതാണ് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഫ്ലവർ, ലീഫ്. നമുക്ക് പില്ലോ കവറുകളിൽ, നമ്മുടെ ഷോളുകളിലൊക്കെ ഇത് ചെയ്യാൻ പറ്റും. ഇതും കേബിൾ ചെയിൻ സ്റ്റിച്ച്, സാധാരണ ചെയിൻ സ്റ്റിച്ചാണ്. ഇത് ഉപയോഗിച്ച് ഈ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഫുള്ള് നിറച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.